ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വോട്ട് ചെയ്യാനെത്തിയതിനു ശേഷം അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരു ജനദ്രോഹ സർക്കാർ എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളെല്ലാ ജാതി പറയുന്നില്ല, മതം പറയുന്നില്ല. ഞങ്ങൾ നാട്ടിൽ വന്ന പുരോഗതി, വികസനം, ക്ഷേമം ഇതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ അന്തസ്സായി പറയുന്നുള്ളൂ. LDFിൻ്റെ പ്രവർത്തകരും നേതാക്കളും അന്തസ്സായി പറയുന്നില്ല. ഞങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള പ്രചരണവും കുറ്റം പറച്ചിലും അല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ അങ്ങോട്ട് ആരുടെയും കുറ്റം പറഞ്ഞില്ല. ഞങ്ങളുടെ കുറ്റം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരേ ഒരു വിഷയം, ശബരിമലയിലെ കട്ടളപ്പാടിയിൽ നടന്ന ഒരു ക്രമക്കേട്. അത് അവിടെ നടന്ന ഒരു ക്രൈമാണ്. അത് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും പല ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്രൈമുകൾ നടക്കാറുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടെ ആയിരിക്കും. ഇപ്പോഴേ വലിയൊരു വിഭാഗം വിശ്വാസികളുടെ ഒരു വിഷയമല്ലേ? വിശ്വാസികൾക്ക് ഇതുമായി ഈ മോഷണമായിട്ട് എന്ത് ബന്ധം? വിശ്വാസികളെ സംബന്ധിച്ചാണ് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് മോസ്കിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസം നിലനിർത്തണം എന്നുള്ളതല്ലാതെ ഈ കട്ടളപ്പാടിയിലെ സ്വർണവും ഭക്തനും തമ്മിൽ എന്ത് ബന്ധം? അത് മോഷ്ടിച്ചവർ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്കുള്ള സൗകര്യമുണ്ടോ, എനിക്ക് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ടോ, അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ, അത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചുള്ള വിഷയം. എനിക്ക് എൻ്റെ കയ്യിലല്ല. ഞാനൊരു സാധാരണ ദൈവവിശ്വാസിയായ ഒരു ഭക്തനാണ്. ആ ഭക്തനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭരണവുമായി ആ ഒരു ബന്ധവുമില്ല. പിന്നെ സർക്കാരിന് ദേവസ്വം ബോർഡിൻ്റെ ഭരണമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ദേവസ്വം ബോർഡ് വേറൊരു ബോഡിയാണ്. അത് രാഷ്ട്രീയ ഇടപെടലുകൾ പാടില്ല എന്ന് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളൊരു ബോഡിയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്, ഞങ്ങളല്ല. ഈ അന്വേഷണവും ഞങ്ങളുടെ കയ്യിലല്ല, ഇതിൻ്റെ നടപടിക്രമവും ഞങ്ങളുടെ കയ്യിലല്ല, സർക്കാരിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് ഇടതുമുന്നണിയെ പഴിക്കാൻ വേണ്ടി ഇതെടുക്കേണ്ട. ഞാനൊരു വിശ്വാസിയായിട്ട് ചോദിക്കുകയാണ്, വിശ്വാസിയെ ഇതെങ്ങനെ ബാധിച്ചു എന്നെനിക്ക് മനസ്സിലായി.